നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയം കളിക്കുന്നതും മത്സരിക്കുന്നതും മനുഷ്യരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാകരുത് എന്നുള്ള ഒരു അപേക്ഷയിലൂടെയാണ് ഈ വാർത്തയിലേക്ക് കടക്കുന്നത്. അതായത് നമ്മൾ ഒരു കാലത്ത് ഏറ്റവും വലിയ ആശങ്കയോടെ കണ്ടിരുന്ന ഒരു രോഗം ഇപ്പോൾ കേരളത്തിൽ പിടിപെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണമായിട്ടുണ്ട്. നിപ്പ അത് വലിയ രീതിയിൽ ആശങ്ക പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ സമയത്ത് ചില പ്രതിഷേധങ്ങളും അതിന്റെ മറുവാദങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നിപ്പ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരിപ്പ് പ്രതിഷേധവുമായിട്ട് PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന MLA ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടു. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ജനങ്ങളെ ഫോണിൽ വിളിക്കാൻ ജനപ്രതിനിധികൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാണ് MLAയുടെ ഈ നടപടി. CPM നേതാക്കളും MLAയ്ക്ക് പിന്തുണയുമായിട്ട് കൺട്രോൾ റൂമിന് മുന്നിലെത്തി പ്രതിഷേധങ്ങൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ നിപ്പ ബാധിച്ച സമയത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികൾ ബാധിച്ച പ്രദേശങ്ങളിലുള്ളവരെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നും എന്നാൽ ഇത്തവണ അതിന് അനുവദിക്കുന്നില്ല എന്നും ഈ അവകാശം ഇവിടുത്തെ ഭരണകൂടമടക്കം നിഷേധിക്കുന്നു എന്നും ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇത്തരമൊരു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേസമയം ഇത്തരം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രഖ്യാപിച്ചിട്ട് ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് സർക്കാർ ഇതിന് വിശദീകരണമായിട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം ഇത്തവണ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് ഇതിനൊക്കെ സർക്കാർ ഒരു വിശദീകരണമായിട്ട് നൽകിയിരിക്കുന്നത്. രോഗബാധിതരെയും നിരീക്ഷണത്തിലുള്ളവരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള 43-കാരനാണ് കഴിഞ്ഞ ദിവസം നിപ്പ രോഗബാധ കണ്ടെത്തി എന്നുള്ള തരത്തിൽ സ്ഥിരീകരണമാകുന്നത്. രോഗി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം സ്ഥലത്തെത്തുന്നുണ്ട് എന്നാണ് സൂചനകൾ. രാമനാട്ടുകര നഗരസഭയിൽ പ്രത്യേക ആരോഗ്യ ക്യാമ്പും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. കണ്ടെയ്ൻമെന്റ് സോൺ രൂപീകരിക്കണമെന്നും സമ്പർക്ക പട്ടികയിലുള്ളവരെ ഫോൺ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടെ നിപ്പ കൺട്രോൾ റൂമിനരികിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ നിപ്പ കൺട്രോൾ റൂമിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുവദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് നിപ്പ കൺട്രോൾ റൂമിന് മുന്നിൽ മുഹമ്മദ് റിയാസ് കുത്തിയിരിപ്പ് പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നു. നിപ്പ കൺട്രോൾ റൂമിൽ കയറാൻ മുൻകാലങ്ങളിലും ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. എനിക്ക് കേൾക്കണമല്ലോ, സമൂഹത്തിന്റെ ആവശ്യമല്ലേ, മറച്ചുവെക്കേണ്ട ആവശ്യം എന്താണ്? രോഗിയെ വിളിക്കണമെന്നല്ലല്ലോ പറയുന്നത്. അവിടെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ജനങ്ങളോട്, അവിടുത്തെ ജനപ്രതിനിധികളോട് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ഇരിക്കണമെന്ന് പറയാനല്ലേ താൻ ഉദ്ദേശിച്ചത്? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ഈ പ്രതിഷേധത്തിനിടെ മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇവരെന്തിനാണ് ഇത്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ചോദ്യം ഉന്നയിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴിക്കോട് ജില്ലയുടെ ചുമതല മുഹമ്മദ് റിയാസിനായിരുന്നു. പ്രതിഷേധത്തിന് ഒടുവിൽ നിപ്പ കൺട്രോൾ റൂമിന് അകത്തേക്ക് മുഹമ്മദ് റിയാസിനെ കയറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സമ്പർക്ക പട്ടികയിലുള്ളവരെ ഫോൺ ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല. അനുമതി നൽകാനാവില്ലെന്ന് ആരോഗ്യ വകുപ്പ് MLAയെ അറിയിക്കുകയായിരുന്നു. ഇതിനിടെ ആരോഗ്യമന്ത്രി K മുരളീധരനെ മുഹമ്മദ് റിയാസ് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ സമ്പർക്ക പട്ടികയിലുള്ളവരെ ഫോൺ ചെയ്യാൻ അനുവദിക്കാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ മുഖേന ആരോഗ്യമന്ത്രി അറിയിച്ചതോടെ മുഹമ്മദ് റിയാസ് ഇറങ്ങിപ്പോകുകയാണ് ഉണ്ടായത്. മുൻകാലങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമ്പർക്ക പട്ടികയിലുള്ളവരെ വിളിക്കാനും ആശ്വസിപ്പിക്കാനും സാധിച്ചിരുന്നെന്നും നിപ്പ ബാധിച്ച മേഖലയിൽ സമ്പർക്ക പട്ടികയിലുള്ളവർ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നും മുഹമ്മദ് റിയാസ് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആശ്വാസം നൽകുക, സമാധാനം നൽകുക എന്നതായിരുന്നു താൻ ഉദ്ദേശിച്ചത്, തന്റെ ഉത്തരവാദിത്വം അതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് അനുമതി നൽകാത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ റിയാസ് ഉന്നയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണ ഇതിനൊക്കെ അനുമതി നൽകിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള റിയാസിന്റെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചതിനെ തുടർന്ന് കളക്ടറുമായി സംസാരിച്ച ശേഷം മന്ത്രി ഫോണിൽ ഒരു ശാന്തമായ രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് നിഗമനങ്ങൾ. മുൻകാലങ്ങളിലും ഇത്തരത്തിൽ ഫോൺ ചെയ്യാൻ അനുവാദം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകുകയാണ്. ഒടുവിൽ കൂടുതൽ തർക്കത്തിനില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ആരോഗ്യ ആശങ്കകളിൽ നിൽക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിലെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാണുന്നത് എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള
കാഴ്ചയാണ്. എന്തായാലും നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ വലിയ പാളിച്ചകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഒരു പക്ഷം ഇതോടുകൂടെ അഭിപ്രായപ്പെടുന്നത്. റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിലടക്കം നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. കർശനമായ ഇടപെടൽ വേണമെന്നാണ് ഇതോടുകൂടെ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് ആശങ്ക പരത്തിയിരിക്കുകയാണ് പകർച്ചവ്യാധികൾ എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോഴും അത്രമാത്രം ആശങ്ക വേണ്ട എന്ന് ആരോഗ്യ വകുപ്പും പറയുന്നു. ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി കഴിഞ്ഞു എന്നാണ് വിവരം. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഹൈറിസ്ക് റിസ്ക് വിഭാഗത്തിൽ 4 പേരും, ഹൈ റിസ്ക് വിഭാഗത്തിൽ 16 പേരും, ലോ റിസ്ക് വിഭാഗത്തിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേർ പട്ടികയിൽ ഉൾപ്പെടുന്നു. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ വിളിച്ചു വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തിക്കഴിഞ്ഞു. പനിയുള്ള 12 പേരെ കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ നിപ്പയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരികയാണ്. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ജൂൺ 13-ന് ജില്ലയിൽ സന്ദർശനം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് വിവരം. അതേസമയം സംസ്ഥാനത്ത് നിലവിൽ നിപ്പ വൈറസ് വ്യാപന ആശങ്ക ഇല്ല എന്നും നിലവിൽ ഒരു വ്യാപന രീതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഫലങ്ങളെല്ലാം നെഗറ്റീവാണ് എന്നുള്ള ആശ്വാസകരമായ ഒരു സൂചന കൂടെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും നിലവിലത്തെ സാഹചര്യത്തെ പ്രതിപക്ഷം രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മാത്രമാണ് ആയുധമാക്കുന്നതെന്നുമാണ് മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. നിപ്പയുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ലെന്നും ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി വന്നിട്ടുണ്ടെന്നും നിലവിൽ ഒരാൾ മാത്രം വെന്റിലേറ്റർ ചികിത്സയിൽ തുടരുകയാണെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്, അതായത് ഒരാൾ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സംശയമുള്ള എല്ലാ കേസുകളും സർക്കാർ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് എന്നും ഒരു കേസും പരിശോധിക്കപ്പെടാതെ പോകുകയില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം ദൗർഭാഗ്യകരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം പോലെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമെന്നുമാണ് മന്ത്രിയുടെ വാക്കുകൾ. ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തെ മൊത്തം കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു എന്നും മന്ത്രി വിശദീകരിച്ചു. നിലവിൽ റവന്യൂ മന്ത്രി കോഴിക്കോടുണ്ടെന്നും അവിടെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഡൽഹിയിൽ നിന്ന് വൈകുന്നേരത്തിനുള്ളിൽ എത്തിക്കുമെന്നും മറ്റ് മരുന്നുകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുമാണ് മന്ത്രിയുടെ അറിയിപ്പ്. പ്രതിപക്ഷം ഇതിനൊരു രാഷ്ട്രീയ ആയുധമാക്കാതെ ഗൗരവപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നും നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നും എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു.